ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒനിയൻ ഊത്തപ്പം ഉണ്ടാക്കിയല്ലോ. വളരെ പെട്ടെന്ന് കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഊത്തപ്പമാണ്. അപ്പോൾ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാവേ. ഞാനിവിടെ 2 ഊത്തപ്പം ഉണ്ടാക്കുന്നതിൻ്റെ അളവിലാണ് സവാളയുടെ പറയുന്നത്. ഞാനിവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില. അപ്പോൾ 2 ഊത്തപ്പത്തിന് ഒരു സവാളയും പച്ചമുളകും മല്ലിയിലയാണ് എടുത്തേക്കുന്നത്. ഇതിനകത്തോട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് ഉണ്ടല്ലോ, കുരുമുളക് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഈ മിശ്രിതത്തിനകത്തോട്ട് ചേർക്കുന്നില്ല, ഉള്ളിയുടെ കൂടെ ചേർക്കുന്നില്ല. നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ ഉള്ളിയെല്ലാം ഇട്ടതിന് ശേഷം പിന്നെ അതിൻ്റെ മണ്ടയ്ക്കാണ് കുരുമുളക് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ദോശ ഇത് ഉണ്ടാക്കുമ്പോൾ കുരുമുളക് പൊടി മസ്റ്റായിട്ട് ചേർക്കണം. കുരുമുളക് പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം ദോശമാവ് ഇവിടെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്, പുളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ദോശ ഉണ്ടാക്കാവേ. അപ്പം ദോശ നമ്മൾ നോർമൽ ഉണ്ടാക്കുന്ന ദോശയെക്കാളും കുറച്ചുകൂടെ കട്ടിക്ക് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ. ഊത്തപ്പം ഉണ്ടാക്കുമ്പോൾ അതിനൊരു തിക്നെസ് കൂടുതലാണ് ഊത്തപ്പത്തിൽ. അപ്പം ദോശമാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ ഉള്ളിയെല്ലാം ഇട്ട് കൊടുക്കണം. നമ്മൾ വെന്ത് പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഉള്ളി അതിൽ നിന്നെല്ലാം വിട്ടുപോരുവേ. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ഉള്ളി എല്ലാം ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി ഉണ്ടല്ലോ, അതും കൂടെ അതിൻ്റെ മണ്ടയ്ക്ക് വിതറിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒരു സൈഡ് വെന്തതിന് ശേഷം നമുക്ക് മറുവശം തിരിച്ചിട്ട് കൊടുക്കാവേ. നിങ്ങളുടെ ഇഷ്ടത്തിന് എണ്ണ വേണമെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്തോളൂ. ഞാനിപ്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്, ഞാൻ തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മുടെ ദോശ ഊത്തപ്പം നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. പിന്നെ ഇതിനെ പറ്റിയൊരു ചട്നിയും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് പെട്ടെന്ന്. ഇത് ഞാൻ നേരത്തെ ഈ ചട്നിയുടെ റെസിപ്പി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കാണിച്ചിട്ട് പോവുകയാണേ. അപ്പോൾ ഇത് നമ്മുടെ കടലപ്പരിപ്പ് ഉണ്ടല്ലോ, കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയില, ഒരു ചെറിയ പീസ് ഇഞ്ചി, പച്ചമുളക്, തേങ്ങാപ്പീര. അപ്പോൾ ഇതെല്ലാം കൂടെ ആദ്യം കുറച്ച് ഉപ്പും കൂടെ ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്തിട്ട് പിന്നാണ് ഞാൻ നന്നായിട്ട് അരഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കറക്കി എടുക്കുവാണേ. ആദ്യമേ വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. തിക്കായിട്ട് വേണമെങ്കിൽ തിക്കായിട്ട് നിങ്ങൾ എടുക്കുക, വെള്ളം കൂടുതൽ വേണമെങ്കിൽ ലൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കുക. പിന്നെ ഈ ചട്നി ചൂടാക്കത്തില്ല, ചൂടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുക കടലപ്പരിപ്പ് എല്ലാം കൂടെ. അപ്പം നമ്മൾ കടുക് താളിച്ച് ചമ്മന്തിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് പെട്ടെന്നുണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു നല്ല ഊത്തപ്പവും നല്ലൊരു ചട്നിയാണ്. ചെറിയ ഉള്ളിയും കറിവേപ്പിലയും പിന്നെ ഒരു വറ്റൽമുളകും ഇട്ടിട്ടാണ് ഞാൻ താളിച്ചെടുക്കാൻ എടുത്തേക്കുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചേക്കുന്ന ചമ്മന്തിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവേ. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ലാസ്റ്റിൽ നോക്കുക. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഊത്തപ്പവും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.